സംസ്ഥാനത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു പാലക്കാട് കോച്ച് ഫാക്ടറി. കോച്ച് ഫാക്ടറി പ്രതീക്ഷകൾ ഇല്ലാതായതോടെ കാട് പിടിച്ചു കിടക്കുകയാണ് കഞ്ചിക്കോട്ടെ ഏക്കർ കണക്കിന് വരുന്ന പ്രദേശം. ആയിഷത്തുൽ ഷംനയുടെ റിപ്പോർട്ട് കാണാം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു കഞ്ചിക്കോട്ട് കോച്ച് ഫാക്ടറി. വർഷങ്ങൾക്കിപ്പുറം സർക്കാർ ഭൂമി ഏറ്റെടുത്തിട്ട് പോലും ആ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായില്ല. ഏറ്റെടുത്ത ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇത്. കാടുകയറി നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 2008-09 ബജറ്റിൽ അന്ന് പദ്ധതിക്ക് അനുമതി ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് 10 വർഷങ്ങൾക്കിപ്പുറമാണ് തീർത്തും പദ്ധതി അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം ഇല്ലാതായി മാറുന്നത്. 2012-13 വർഷത്തെ ബജറ്റിൽ സംയുക്ത സംരംഭമായോ അല്ലെങ്കിൽ BPP-യിലോ പദ്ധതി നടപ്പാക്കാനും റെയിൽവേ അനുമതി നൽകിയിരുന്നു. പിന്നീട് റെയിൽവേ മന്ത്രി തന്നെ അറിയിച്ചത് ഇനി സംസ്ഥാനത്തിന് ഒരു കോച്ച് ഫാക്ടറി വേണ്ട, നിലവിൽ ഉള്ള കോച്ചുകൾക്ക് ആവശ്യമായ ഫാക്ടറികൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇനി പാലക്കാട് ഈ സ്വപ്ന പദ്ധതി വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് കേന്ദ്രം എത്തുകയായിരുന്നു. റെയിൽവേ മന്ത്രി പിന്നീട് MP രാജേഷിന് അയച്ച കത്തിലടക്കം അങ്ങനെയാണ് സൂചിപ്പിച്ചത്. അതോടെ പദ്ധതിക്കായി സർക്കാർ ഏറ്റെടുത്ത ഈ ഭൂമി കാടുകയറി നശിക്കാൻ തുടങ്ങി. ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന MP-മാരെല്ലാം കോച്ച് ഫാക്ടറിക്കായിട്ട് മുറവിളി കൂട്ടുകയാണ്. ഇനി ഒരു കോച്ച് ഫാക്ടറി വീണ്ടും പാലക്കാടിന് ലഭ്യമാവുന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതിന് പകരം ലോജിസ്റ്റിക്സ് പാർക്ക്, പാലക്കാടിന് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത് ലോജിസ്റ്റിക്സ് പാർക്കാണ്. ആ സ്ഥലം അതിന് ഉപയോഗപ്പെടുത്താൻ കഴിയും. റെയിൽവേ ലൈനിൻ്റെ സാമീപ്യമുണ്ട്, കൊച്ചിയായിട്ടും അതുപോലെ തന്നെ തിരുപ്പൂരുമായിട്ടുള്ള സാമീപ്യം. 1982 ഇന്ദിരാഗാന്ധിയാണ് ആദ്യമായി ഈ പാലക്കാട് കഞ്ചിക്കോട് റെയിൽവേ ഫാക്ടറി അല്ലെങ്കിൽ കോച്ച് ഫാക്ടറി എന്ന ഒരു വാഗ്ദാനം പാലക്കാടിന് നൽകുന്നത്. പിന്നീട് അനുമതി ലഭിച്ചിട്ട് പോലും മാറി മാറി വന്ന ഒരു സർക്കാരിനും അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയില്ല. ഈ കഞ്ചിക്കോടിന് ശേഷം ബാക്കി സംസ്ഥാനങ്ങളിൽ വന്ന പ്രഖ്യാപനം എല്ലാം പൂർണ്ണമായും അത് നടപ്പാക്കി കഴിഞ്ഞു. എന്നിട്ടും പാലക്കാടിന് മാത്രം അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. അന്ന് ഏറ്റെടുത്ത ഭൂമിക്ക് ചുറ്റുമതിൽ മാത്രം 6.94 കോടി രൂപ ചെലവഴിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഫാക്ടറി വരികയാണെങ്കിൽ 10,000-ലധികം പേർക്ക് തൊഴിൽ, അതുപോലെ ദക്ഷിണ മേഖലയ്ക്ക് ആവശ്യമായ റെയിൽവേ കോച്ചുകളുടെ നിർമ്മാണത്തിലൂടെ കഞ്ചിക്കോടിനെ റെയിൽവേ ഭൂപടത്തിലെ ഹബ്ബാക്കി മാറ്റൽ, ഫാക്ടറിയുടെ ഭാഗമായി കോയമ്പത്തൂർ, പാലക്കാട് മേഖലകളിൽ അനുബന്ധ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ക്ലസ്റ്ററുകൾ തുടങ്ങി പല വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ പല സ്വപ്നങ്ങളും കേരളത്തിന്, പാലക്കാടിന് ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും യാഥാർത്ഥ്യമായില്ല. വർഷങ്ങൾക്കിപ്പുറവും ഈ ഫാക്ടറിക്കായി ഏറ്റെടുത്ത ഭൂമി അതിപ്പോഴും കാട് കയറി അല്ലെങ്കിൽ കാട്ടാന ശല്യം അടക്കം രൂക്ഷമായി അത്തരമൊരു മേഖല മാത്രമായി അവശേഷിക്കുകയാണ്. നിലവിലും ഭാവിയിലും ആവശ്യമായ കോച്ച് ഫാക്ടറികൾ ഇന്ത്യയിലുണ്ടെന്ന് റെയിൽവേ മന്ത്രി വ്യക്തമാക്കുമ്പോൾ ഏറ്റെടുത്ത ഏക്കർ കണക്കിന് ഭൂമി എങ്ങനെ ഇനി ഉപയോഗിക്കാം അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ എങ്ങനെ കൊണ്ടുവരാം എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. അതിനുവേണ്ടിയാണ് ഇനി പ്രയത്നിക്കേണ്ടതും. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനൊപ്പം ആയിഷത്തുൽ ഷംന, News 18. ഈ ബജറ്റിലെങ്കിലും നിലമ്പൂർ നഞ്ചൻകോട് പാത യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറം ജില്ലക്കാർ. ഏറെ വർഷങ്ങളായി ഈ പ്രതീക്ഷ തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ലെന്ന് മാത്രം. നിലമ്പൂരിൽ നിന്ന് വയനാട്ടിലൂടെ കർണാടകയിലെ നഞ്ചൻകോട് വരെയുള്ള സ്ഥലത്തേക്ക് റെയിൽവേ ലൈൻ നീട്ടണമെന്ന ആവശ്യത്തിന് 1 നൂറ്റാണ്ടിന്റെയെങ്കിലും പഴക്കമുണ്ട്. ഇത്തവണയെങ്കിലും ന്യായമായ ഒരു പരിഗണന ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. ഓരോ കേന്ദ്ര ബജറ്റിലും മലപ്പുറം ജില്ല പ്രതീക്ഷയോടെ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒന്നാണ് നിലമ്പൂർ റെയിൽവേയുടെ വികസനം. നിലമ്പൂരിലെ റെയിൽവേ പാത നഞ്ചൻകോട്ടിലേക്ക് നീട്ടാനുള്ള പദ്ധതി, അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ കേന്ദ്രം പ്രഖ്യാപിക്കുമെന്ന് ഓരോ തവണയും കരുതും. പക്ഷേ ഇതൊന്നും തന്നെ പൂർണ്ണമായിട്ടും ഫലവത്തായിട്ടില്ല. ബ്രിട്ടീഷുകാർ എവിടെ റെയിൽവേ ലൈൻ നിർത്തിയോ അവിടെ നിൽക്കുകയാണ് ഇപ്പോഴും. അതെ, വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നത്. പക്ഷേ കാലങ്ങളോളം പഴക്കമുള്ളതാണ് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ വികസനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മലബാർ മേഖലയിലെ ഒരു വികസന കുതിപ്പ് തന്നെ സാധ്യമാകുന്ന ഒന്നാണ് നിലമ്പൂർ നഞ്ചൻകോട് പാത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ധാരാളം ആളുകളെ നമുക്ക് വയനാട് പോലുള്ള പ്രദേശങ്ങളുടെ വികസനം, അതേപോലെ തന്നെ ചരക്കു നീക്കങ്ങൾ, പ്രത്യേകിച്ച് വാണിജ്യ മേഖലയിലെ വലിയൊരു വികസനം തന്നെ ഈ മേഖലയിൽ സാധ്യമാവും. കുറച്ച് തുക നീക്കി വെക്കുന്നതല്ലാതെ അപ്പുറത്തേക്ക് മറ്റൊന്നും നമ്മൾ കാണാറില്ല. എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? അല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നാമത് ഈ പ്രദേശം അല്ലെങ്കിൽ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രീതി കർണാടകമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പാതയാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ കർണാടകമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റിയ സ്ഥലം. ഈ ഒരു റെയിൽവേ ലൈൻ വരുന്നതോടെ സമാന്തരമായിട്ട്
കർണാടകയിലേക്ക് ഒരു വഴി കൂടിയാണ് വരുന്നത്. അത് പൊതുവെ ഈ ഒരു മേഖലയ്ക്ക് വലിയ മാറ്റം ഉണ്ടാക്കൂലേ? തീർച്ചയായിട്ടും ഞങ്ങളെ ഈ മലപ്പുറത്തുകാരുടെ വലിയ പ്രതീക്ഷ തന്നെയാണിത്. ഒരുപാട് വികസനങ്ങൾ അതുവഴി ഉണ്ടാവും. കാരണം പ്രത്യേകിച്ച് ഒരു വ്യാപാര കേന്ദ്രം കൂടിയാണ് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറക്കുള്ളത്. വലിയ മാറ്റം ഞങ്ങൾ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയൊരു നീക്കിയിരിപ്പിന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിൻ്റെയും കർണാടകയിലും ബന്ധിക്കുന്ന ഒരു പ്രധാന പാതയാണ് നമ്മളെ നിലമ്പൂർ നെഞ്ചങ്കോട് എന്ന് പറഞ്ഞത്. ചരക്ക് നീക്കത്തിനും അതേമാതിരി ബിസിനസ്സിന് ആവശ്യത്തിന് പോയി വരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു പാതയാണ്. മേഖലയെ മുഴുവൻ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഒരു പദ്ധതിയെ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലെ മുൻ MLA PV അൻവർ പറഞ്ഞ കാര്യം കൂടി നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട്. നിലമ്പൂർ നെഞ്ചങ്കോടൊന്നും ഒരിക്കലും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം നിലമ്പൂർ നെഞ്ചങ്കോട് നല്ല രീതിയിലേക്ക് പോകുന്ന സമയത്താണ് അതിനെ വലിച്ച തലശ്ശേരി മൈസൂരിലേക്ക് കൊണ്ടുപോയത്. തലശ്ശേരി മൈസൂർ നടന്നതുമില്ല, നെഞ്ചങ്കോട് നിലമ്പൂർ കയ്യിൽ നിന്ന് പോയി. നിലമ്പൂർ മുൻ MLAക്ക് വലിയ പ്രതീക്ഷയില്ലെങ്കിലും ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ് ബജറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമൻ ഈ ഒരു പദ്ധതിക്ക് ജീവൻ നൽകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഈ നാടിനെ പങ്കുവെക്കാനുള്ളത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.